അമേരിക്കയ്ക്ക് 3100 ലക്ഷം കോടി രൂപയാണ് കടം എന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് ഇന്ത്യയുടെ കടത്തിൻ്റെ 10 മടങ്ങാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാധ്യത മറികടക്കാൻ തന്നെയാണ് ട്രംപ് തീരുവ കൊണ്ടുവന്നതെന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാം. പക്ഷേ ഒരിക്കലും അമേരിക്കയ്ക്ക് അത് പറയാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് കുറച്ച് കടമുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീരുവ കൂട്ടുകയാണെന്ന്. കാരണം അങ്ങനത്തെ ഒരു രാജ്യമാണല്ലോ ഇത്, വലിയേട്ടനാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഡ്രാമ കൊണ്ടുവന്നത്. എന്താ, റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നു, അതുകൊണ്ട് തീരുവ ചുമത്തുന്നു, പിഴ ചുമത്തുന്നു. കാരണം മറ്റേ കേരള പോലീസ് നമുക്ക് പെനാൽറ്റി അടിക്കുന്ന കണ്ടുള്ളൂ. അവർക്ക് ടാർഗറ്റ് കഴിക്കാറാകുമ്പോൾ ഇറങ്ങും, എന്നിട്ട് അടിക്കും, ഹെൽമെറ്റ് ഇല്ലാത്ത എല്ലാത്തിനും അടി. അതുപോലെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് ഇന്ത്യ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ എണ്ണ വാങ്ങിക്കുന്നു, എന്തിന് അമേരിക്ക തന്നെ വാങ്ങിക്കുന്നു റഷ്യൻ എണ്ണ, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ചോദിച്ചപ്പോൾ ട്രംപിന് മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ തീരുവ യുദ്ധം പരാജയമാവുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചൈനയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇത് പരാജയമാവുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അതായത് പലരും പറയുന്നത് ഇന്ത്യ ആയിരിക്കും മാപ്പ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ എപ്പം മാപ്പ് പറഞ്ഞ് അമേരിക്കയുടെ കാൽക്കലിൽ നിന്ന് വീഴും, സാഷ്ടാംഗ മാപ്പ് പറഞ്ഞ് വീഴുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചായിരിക്കും സംഭവിക്കുന്നത്. അതായത് അമേരിക്ക ആയിരിക്കും ഇന്ത്യയോട് മാപ്പ് പറയുന്നത്. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഒത്തു വരുന്നുണ്ടെന്ന് ചില ചർച്ചകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സെർജിയോ ഗോർ, നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, ഇന്ത്യയിലെ US അംബാസിഡറായിട്ടുള്ള സെർജിയോ ഗോറാണ് പറഞ്ഞത്, വരുന്ന നവംബറിൽ ക്വാഡ് സമ്മിറ്റ് നടക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ട്രംപ് വരും എന്ന് പറയുമ്പോൾ മാപ്പ് പറയുന്നത് ഇന്ത്യ ആയിരിക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പക്ഷെ മാപ്പ് പറയുന്നത് അമേരിക്ക ആയിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം. എന്നാൽ അത് നേരിട്ട് ഒന്ന് മാപ്പ് എന്ന് 3 വട്ടം പറയുകയല്ല ചെയ്യുക, പറയാതെ പറയും. കാരണം അത് തീരുവ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക്, അതെ, ഇനി അതല്ലെങ്കിൽ അതൊരു മയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരും. അതിനുള്ള സാഹചര്യങ്ങൾ അമേരിക്കയിൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്ക തന്നെ എന്താ പറയുക, എറിഞ്ഞ വലയിൽ അമേരിക്ക തന്നെ കുടുങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സെർജിയോ ഗോർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ജൂൺ 17 മോദിയും ട്രംപും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ ക്വാഡ് സമ്മിറ്റ് നടക്കുകയാണ്, മച്ചാനെ നിങ്ങൾ വരണം എന്ന് മോദി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാഡ് സമ്മിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സമ്മിറ്റാണ്. അതിൽ പ്രധാനമായിട്ടും, അതായത് ക്വാഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നാണ് അതിന് ഫുൾ ഫോം പറയുന്നത്. സുരക്ഷ, സാമ്പത്തിക വികസന മേഖല സഹകരണം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൽ എല്ലാവരും, യൂറോപ്യൻ യൂണിയൻ അമേരിക്കയോട് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്, നാറ്റോ ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുമായി ചേർന്ന് നിൽക്കുന്നവർ പോലും അമേരിക്കയോട് ഇടയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി അപ്പോൾ നമ്മൾ അതായത് ഇന്ത്യ മാപ്പ് പറയുമെന്ന് പലരും, പീറ്റർ നവാരോ ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നേരെ തിരിച്ചു തന്നെയാണ്. ട്രംപ് ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പൊ ട്രംപ് അതുകൊണ്ടാണ് ഈ സെർജിയോ ഗോറിനെ കൊണ്ടാണെങ്കിലും സമ്മിറ്റിൽ ഈ ഒരു വിഷയം നിലനിൽക്കെ സമ്മിറ്റിൽ US പങ്കെടുക്കുമെന്ന് പറയിച്ചിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അവിടെ ഒരു മഞ്ഞുരുകൽ, അതായത് മഞ്ഞുരുക എന്ന് പറയാൻ 2 വശങ്ങളിലെ മഞ്ഞുരുകലല്ല, ചില നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മഞ്ഞുരുക്കാൻ വളരെ വല്ലാത്തൊരു ടെൻഡൻസി ഉണ്ട്. അത് ആ മഞ്ഞുരുക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇപ്പം മാപ്പ് പറയും എന്നുള്ള രീതിയിൽ മഞ്ഞുരുക്കാനാണ് ശ്രമം നടത്തുന്നത്. ഈ ട്രംപ് മോദിയെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മഞ്ഞുരുകുന്നു, എന്ത് പറഞ്ഞാലും മഞ്ഞുരുകും. ഇത് എവിടെ നിന്നിട്ടാണ് ഈ ഉരുകുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ നേരെ തിരിച്ച് മോദി മറുപടി കൊടുക്കുന്നുണ്ട്, പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട്, തിരിച്ച് ഇങ്ങോട്ടൊരു പാലോട്ട് അങ്ങോട്ടും ഉണ്ടാവും, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് എന്നുള്ളത് തന്നെയാണ് മോദിയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇനി ഇന്ത്യ കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയൊരു ലോകക്രമം നടക്കില്ല, അതായത് ഈ ഒരു ഏകാധിപത്യ സ്വഭാവം നടക്കില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ക്വാഡ് സമ്മിറ്റിൽ വന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ജപ്പാനായിട്ടായാലും ഓസ്ട്രേലിയയുമായിട്ടായാലും ഇന്ത്യയുമായിട്ടാണെങ്കിലും ഒരു നയത്തിൽ പോകേണ്ടി വരും. ഒന്ന്, അതിലൂടെ ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എങ്ങനെയെല്ലാം ഒരു നയപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുമെന്നുള്ളത് ബാക്കി ഇന്ത്യ നോക്കിക്കോളും എന്നുള്ളത് ട്രംപിനറിയാം. കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം മറ്റു രാജ്യങ്ങളുമായിട്ട് ഏറ്റവും മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ ഒരു തീരുമാനത്തിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയുമായി സഹകരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെയാണ് അവരോടും നയപരമായി തന്നെ പെരുമാറാൻ പോകുന്നുള്ളൂ.
അപ്പോൾ ഈ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു മുട്ടുകുത്തേണ്ടി വരുന്നു മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്ക പോകുന്നത് ഒരു $1 ട്രില്യൺ കടത്തിലേക്കാണ്. നമ്മൾ പറയും 34 ട്രില്യൺ ആണ് അമേരിക്കയുടെ കട എന്നൊക്കെ പറയുമ്പോൾ ഈ തീരുവയുമായി ബന്ധപ്പെട്ട് മാത്രം $1 ട്രില്യൺ പോയിട്ടുണ്ട്. ഏതാണ്ട് ഷോക്ക് തന്നെയാണത്. കാരണം സുപ്രീം കോടതി വിധി ട്രംപിന് പ്രതികൂലമാണെങ്കിൽ ഈ വാങ്ങിയ തീരുവകൾ അടക്കം എല്ലാ രാജ്യങ്ങൾക്കും തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇത്രയും ഡോളറാണ് എന്നുള്ളതാണ് ഈ വരുന്ന ജൂൺ വരെയുള്ളൊരു കണക്ക് കൂട്ടൽ. അതുവരെ പോകുമല്ലോ ഈ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉരുണ്ടുരുണ്ട് അവിടെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് മുമ്പാണെങ്കിലും ഏതാണ്ട് ഇതിനോടടുത്ത് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അമേരിക്കയിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. എല്ലാ കാര്യങ്ങളിലും പിടിമുറുക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങൾ അവരവരുടെ രാജ്യത്ത് കൂടി ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമാനായിട്ടുള്ള ട്രംപിന് കഴിയാതെ പോയിട്ടുണ്ട് എന്നാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനല്ലേ ഈ പറയുന്ന ഈ H-1B വിസ നിരോധനം ഇതൊക്കെ കൊണ്ടുവരുന്നത്. അത് ഇന്ത്യൻ ടെക്കികളൊക്കെ ഔട്ട്സോഴ്സിങ് നിർത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ശരിയാണ്. അത് നിർത്തുമ്പോൾ അവിടെ ഇന്ത്യൻസിന് കൊടുക്കുന്ന പ്രതിഫലം പോരാ അമേരിക്കൻസ് ആ പൊസിഷനിലേക്ക് വന്നിരിക്കുമ്പോൾ. അവർ ഏറ്റവും നമ്മൾ സർക്കാർ ജോലി കാണുന്ന പോലെ അവരുടെ എല്ലാ മേഖലയിലും അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളമായാലും എല്ലാം ഇവർ നമുക്ക് തരുന്നതിനേക്കാൾ, അതായത് ഇന്ത്യൻസിന് തരുന്നതിനേക്കാൾ കൂടുതൽ തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അമേരിക്കയുടെ ഒരു രീതി അനുസരിച്ച് അത്രയും കൊടുക്കാനുള്ള ശേഷി അമേരിക്കയ്ക്ക് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമല്ലേ. ഇത്രയും ഡോളർ കടത്തിലാണ്. അതിന് പിന്നാലെ ഉള്ള കടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വരുത്തി വെച്ചിട്ടുള്ള വിനയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്ത് എങ്ങനെയാണ് ഇത്രയും ഡോളറൊക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് അവിടുത്തെ യുവാക്കളെ ഈ ഒരു മേഖലകളിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കുക? അവർ വളരെ ലാവിഷായിട്ട് ജീവിച്ച് ശീലിച്ച ഒരു ജനതയാണ്. അവർക്കെല്ലാം എന്താ പറയുക, എല്ലാവരിൽ നിന്ന് ചൂഷണം ചെയ്ത് മാത്രമേ ശീലമുള്ളൂ. അവരുടെ ബ്ലഡിലുള്ള കാര്യമാണ് അത്. ഒരുപക്ഷെ അവരെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അവരുടെ ബ്ലഡിലുള്ള കാര്യമാണ്. അവരെന്നും സുഖലോലുപരായിട്ട് ജീവിച്ചു, അവർക്ക് എല്ലാ കാര്യങ്ങളും ലഭിച്ചു, അതിൻ്റെ ഒരു ഇതിൽ ജീവിച്ചു. പിന്നീട് പെട്ടെന്ന് വന്നിട്ട് പറയാം, നമ്മൾ ഒരു ദിവസം 500 രൂപ ചിലവാക്കി ജീവിക്കുന്ന ഒരുത്തൻ ഒരു ദിവസം 100 രൂപയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവൻ തീർന്നു. അവനത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യമുണ്ട് അവിടെ. അപ്പോൾ ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പുതിയ കണക്കുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ 9.11 ലക്ഷം തൊഴിലുകളാണ് രാജ്യത്ത് ഇല്ലാതായതെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജോലികളുടെ എണ്ണം വെറും 22,000 ആയിട്ട് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതിന്റെ ഇരട്ടി എന്തായാലും തൊഴിൽ വേണ്ടവരുണ്ടാകുമല്ലോ. അപ്പോൾ അവർ അവിടെ നിൽക്കില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടുള്ള 4.3% നിലവിലെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് കൂടി ഈ കണക്ക് പ്രകാരം പുറത്തു വരുന്നുണ്ട്. 2021 ശേഷം ആദ്യമായി ജോലി ഒഴിവുകളേക്കാൾ കൂടുതൽ അപേക്ഷകരുള്ള സാഹചര്യവും അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ട്. ഈ പ്രതിസന്ധി ഫെഡറൽ സർവീസിന് കൂടുതൽ സമ്മർദ്ദം നൽകുന്നതായിട്ടാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കാൻ പലിശ നിരക്കുകൾ താഴ്ത്തണമെന്ന ആവശ്യമൊക്കെ ശക്തമായിട്ട് ആ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന ഭയം ഫെഡറൽ റിസർവിനെ, അതായത് അമേരിക്കയെ പിടിച്ച് ഉലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയുടെ സ്വപ്നങ്ങൾക്കെല്ലാം മങ്ങലേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണെങ്കിലോ അതും കൂടി നമുക്ക് നോക്കിപ്പോയാൽ ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിന് പുതിയ പ്രതീക്ഷയാണ്. 2025 ആദ്യപാദത്തിൽ GDP വളർച്ച 8.2% ഉയർന്നിട്ടുണ്ട്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് കേട്ടോ. നിർമ്മാണം, സേവന മേഖല, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണമായിട്ടുള്ളത്. പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുണ്ട്, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ നവീകരണങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയൊക്കെയും നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലും കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കണം. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ
ഇന്നോവേഷനിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയെ തങ്ങളുടെ വളർച്ചാ എഞ്ചിനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ ഇന്ത്യയെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച വളർച്ചാ ശക്തിയായിട്ട് മാറ്റുക കൂടി ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കയിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് നിസ്സാര കാര്യമല്ല. അവിടെ വിപണിയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതേസമയം നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ലോക വിപണിക്ക് തന്നെ ഒരു മാറ്റമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കടങ്ങളും തൊഴിലില്ലായ്മ ഒരിടക്ക് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല കടം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം കൂടിയാവുന്നു. സ്വബോധമില്ലാതെ ട്രംപ് വരുത്തി വെച്ചിട്ടുള്ള വിന കൂടി ഉണ്ടാകുമ്പോൾ അത് എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി കളഞ്ഞു അമേരിക്ക എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ക്വാഡ് സമ്മിറ്റ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.